ഓക്കെ, നമുക്കതിലത്തെ അവസാനത്തെ പ്രോബ്ലത്തിലേക്ക് കയറാം. The angles of a pentagon are in arithmetic sequence. Prove that its smallest angle is greater than 36. ഓക്കെ, അപ്പൊ എന്താണ് പെന്റഗൺ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്താണ്? 5 സൈഡുള്ള ഒരു പോളിഗൺ ആണ് ഇത് പെന്റഗൺ. ആ പെന്റഗണിന് 5 സൈഡുകൾ ഉണ്ടായിരിക്കുക. എ ബി, ബി സി, സി ഡി, ഡി ഇ ആൻഡ് എ ഇ. 5 സൈഡുകൾ ഉണ്ടായിരിക്കും, 5 ആംഗിളുകളും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 5 ആംഗിളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ 5 ആംഗിളുകളുടെ പ്രത്യേകത? അത് അരിത്മെറ്റിക് സീക്വൻസിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏറ്റവും ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് 36 വരില്ല, 36നേക്കാൾ കുറഞ്ഞതും വരില്ല, 36നേക്കാൾ കൂടിയിട്ടേ വരുള്ളൂ എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ചോദ്യം കിട്ടുമ്പോൾ ഇത് ഏത് പാഠാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? അപ്പൊ അതിനകത്ത് എന്ത് വാക്കുണ്ട്? ഇൻ അരിത്മെറ്റിക് സീക്വൻസസ് എന്നുള്ള വാക്ക് നമുക്ക് ഹിന്റ് തരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം 5 ആംഗിളുകൾ ഉണ്ട്. അത് അരിത്മെറ്റിക് സീക്വൻസിലായതുകൊണ്ട് 5 ആംഗിളുകളെ ഞാൻ x1, x2, x3, x4, x5 എന്ന് എടുക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് x5 എന്നെടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ x1, x2, x3, x1, x2, x3, x4, x5 ഇതിന് നമ്മൾ x1നെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താ x1 കണ്ടുപിടിക്കേണ്ടതെന്ന് പറയാനുള്ള കാരണം ഏറ്റവും ചെറിയ ആംഗിൾ ആണ്. അത് അരിത്മെറ്റിക് സീക്വൻസിലായതുകൊണ്ട് ഇതിലത്തെ ഏറ്റവും ചെറുത് ഏതേ വരുള്ളൂ? x1 വരുള്ളൂ. അപ്പൊ x1ന്റെ അളവ് നമ്മൾ 36 ആവില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. 36നേക്കാൾ ചെറുതും ആവില്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആലോചിക്കൂ, പറഞ്ഞ ആശയത്തിനെ നമ്മൾ സീക്വൻസിലത്തെ ഏതെങ്കിലും ഒരു ആശയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുക ഇതിന്റെ സം എന്ന് പറഞ്ഞ ആശയം നമുക്കറിയാം അല്ലെ? ഏതൊരു പോളിഗണിന്റെയും ആംഗിളുകളുടെ സം നമുക്കറിയാം. അപ്പൊ ആ സം ഈസ് ഈക്വൽ ടു എന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിന്റെ വില കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് ഈ ആംഗിളുകളുടെ സം കിട്ടുക? അതിനു വേണ്ടി ടീച്ചർ ഈ പെന്റഗണിനെ എ എന്ന് പറഞ്ഞ വർട്ടെക്സിൽ നിന്ന് 2 ഡയഗണൽസ് അഥവാ 2 വികർണങ്ങൾ വരച്ച് 3 ട്രയാങ്കിൾസ് അഥവാ 3 ത്രികോണങ്ങളാക്കി മാറ്റി. അങ്ങനെ 3 ത്രികോണങ്ങളില് ഒരു ത്രികോണത്തിന്റെ സം 180 ആണെങ്കിൽ 3 ത്രികോണത്തിന്റെ അഥവാ 3 ട്രയാങ്കിളിന്റെ സം എന്താ കിട്ടുക? 3 × 180 ആണ് കിട്ടുക. അപ്പൊ നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ 5 ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് x1 + x2 + x3 + x4 + x5 എന്ന് പറയുന്നത് 3 180ക്ക് തുല്യമാണല്ലോ. 3 180 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 140 ഡിഗ്രിയാണ്. ക്ലിയർ ആയല്ലോ? ഇത് മറ്റൊരു ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. n-2 × 180 ഡിഗ്രി എന്ന് പറഞ്ഞ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പൊ 5 - 2 × 180 അത് 3 × 180 തന്നെയല്ലേ? അപ്പൊ വലിയ പോളിഗൺ വരുമ്പോ നിങ്ങൾ ഈ ആശയം ഉപയോഗിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് x1 ആണ് നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ സം ആണ്. സം എത്ര ടേമുകളുടെ സം ആണ്? നമ്പർ ഓഫ് ടേംസ് 5 ആണ്. അപ്പൊ വീണ്ടും നമ്മുടെ സം എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തിയില്ലേ? അപ്പൊ നമ്പർ ഓഫ് ടേംസിന്റെ എണ്ണം ഓഡ് നമ്പർ ആയതിനാൽ ഇതിന്റെ മിഡിൽ ടേം ആയിട്ടുള്ള x3 നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ x3 = എന്തായിരിക്കും വരിക? സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് = 5ൽ 5 ഒരു പ്രാവശ്യം പോകും. അപ്പൊ 5 പോയി, 4ൽ പോവില്ല. അപ്പൊ എത്ര കൊടുക്കുക? 0 കൊടുക്കുക. അപ്പൊ നമുക്ക് 40ൽ എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം പോകും. അപ്പൊ എത്ര ഡിഗ്രി കിട്ടി? 108 ഡിഗ്രി കിട്ടി. നമുക്ക് x3 അല്ല വേണ്ടത്, നമുക്ക് എന്താ വേണ്ടത്? x1ന്റെ അളവാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മിഡിൽ ടേം കിട്ടിയാൽ കോമൺ ഡിഫറൻസ് അറിഞ്ഞു വെച്ചാൽ നമുക്ക് പിന്നോട്ട് പോരായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടില്ല? കോമൺ ഡിഫറൻസ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഈ x3യെ എങ്ങനെ നമുക്ക് ഈ x1ഉമായിട്ട് ബന്ധപ്പെടുത്താം നമുക്ക് നോക്കാം. നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുന്നു. 1 2 3 4 5 അരിത്മെറ്റിക് സീക്വൻസ് ആണല്ലോ. ഇതിന്റെ മിഡിൽ ടേം എന്താ വരുന്നത്? 3 ആണ് വരുന്നത്. ആ 3ന്റെ അപ്പുറമുള്ള നമ്പറുകളൊന്നും എടുത്ത് നോക്കൂ. ഇതിന്റെ സം എത്രയാ? 6. ഇതിന്റെ സം എത്രയാ? 6 ആണല്ലോ. അപ്പൊ നോക്കൂ, ഈ മിഡിൽ ടേമും ഇതും തമ്മിലുള്ള റിലേഷൻ എന്താണോ മിഡിൽ ടേം അഥവാ മധ്യപദം അതിന്റെ ഡബിൾ ആണ് അതിന്റെ സം വരുന്നത്, അപ്പുറത്തും ഇപ്പുറത്തുള്ള നമ്പറിന്റെ സം വരുന്നത്. വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 5 10 15 20 25
നോക്കൂ, ഇതിന്റെ മിഡിൽ ടേം ഏതാ? 15 ആണ്. 15ന്റെ ഇരട്ടിയല്ലേ 30? 15ന്റെ ഇരട്ടിയാണല്ലോ 30. ഇത് ഇതേപോലെ കൂടുതൽ എക്സാമ്പിളുകൾ എടുത്ത് നിങ്ങൾ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആകുന്ന തരത്തിൽ നിങ്ങൾ കുറെ എടുത്ത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ് മിഡിൽ ടേമും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിലുള്ള ബന്ധം? ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. മിഡിൽ ടേമിന്റെ എന്താണോ മിഡിൽ ടേം അതിന്റെ ഡബിൾ ആയിരിക്കും ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും സമ്മ. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എടുക്കാനുള്ള കാരണം നമുക്ക് കിട്ടേണ്ടത് ഏതാ? ഫസ്റ്റ് ടേം ആണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ ചോദ്യം സെക്കൻഡ് ടേം വെച്ചിട്ടായിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മൾ ഏതിന്റെ സം എടുക്കണം? സെക്കൻഡ് ടേമിന്റെയും ഫോർത്ത് ടേമിന്റെയും എടുക്കേണ്ടി വരും. അത് ഓരോ സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറി മാറി ചെയ്യാം. അപ്പൊ നോക്കൂ, മധ്യപദം 108 അഥവാ മിഡിൽ ടേം 108 ആണെങ്കിൽ x1 പ്ലസ് x5 എന്ന് പറയുന്നത് 108ന്റെ ഡബിൾ ആയിരിക്കും. 108ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 8 2 16 ബാക്കി 1 2 0 0 1 1 2 2 എത്ര ഡിഗ്രിയാണ്? 216 ഡിഗ്രിയാണ്. അതായത് ഇതിലത്തെ ആദ്യത്തെ ആംഗിളും അവസാനത്തെ ആംഗിളും തമ്മിൽ കൂട്ടിയാൽ എത്ര ഡിഗ്രി വരും? 216 വരും. അത് ഉറപ്പാണ് അരിത്മെറ്റിക് സീക്വൻസിലാണെങ്കിൽ. ഇനി നമുക്ക് x1ന്റെ സ്ഥലത്ത് x1 സമം 36 വരുമോ എന്ന് നോക്കാം. x1 സമം 36 ആയാൽ x5 എന്ന് പറയുന്നത് 216ൽ നിന്ന് 36 മൈനസ് ചെയ്താൽ മതിയല്ലോ. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുകയെന്നറിയോ? 180 ഡിഗ്രി എന്നാണ് കിട്ടുക. എന്താ അതിന് കുഴപ്പം? ഒരു ആംഗിളിന്റെ അളവ് 180 ഡിഗ്രി. 180 ഡിഗ്രിയിൽ ഒരു ആംഗിൾ അഥവാ ഒരു കോൺ വരയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊട്രാക്ടറിൽ നമുക്കറിയാം 0 മുതൽ ഇവിടം വരെ എത്തുമ്പോഴേക്കും എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന ആംഗിൾ മാറി അത് എന്തായിട്ട് മാറും? ഒരു ലൈനായിട്ട് മാറും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആംഗിൾ ഇവിടെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. ക്ലിയർ ആയല്ലോ? ഇനി ഇതിനേക്കാൾ ചെറുതായാലോ? x1 സമം തൊട്ട് മുമ്പുള്ള ഡിഗ്രി 35 ഡിഗ്രി എടുത്താൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഇവിടെ 180 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ 30 ഒന്നുകൂടി കുറഞ്ഞാൽ ഇതിൽ എത്ര കിട്ടും? 216 മൈനസ് 35. 5ഉം 1ഉം 6 8ഉം 3 181 ഡിഗ്രി. 180 വരച്ചാൽ തന്നെ ലൈനാണ്. അപ്പൊ 181 വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആംഗിൾ കിട്ടുമോ? ഇല്ല. ആംഗിൾ കിട്ടും, പക്ഷെ അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിട്ടാണ്. ഒബ്റ്റ്യൂസ് അല്ല, 180നേക്കാൾ വളരെ വലിയ ആംഗിൾ ആയിട്ടാണ് കിട്ടുക. അപ്പൊ ആ തരത്തിൽ നമുക്കൊരു പെന്റഗൺ നമുക്ക് വരയ്ക്കാൻ സാധിക്കില്ല. അതേസമയം 37 ഡിഗ്രി ആയാലോ? 216 മൈനസ് 37 എന്ന് പറയുമ്പോൾ ഇത് 180 ആണെങ്കിൽ ഇത് എത്ര കിട്ടും? 179 ഡിഗ്രി കിട്ടും. 179 ഡിഗ്രിയിൽ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു ആംഗിള് വരയ്ക്കാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ഒരു പെന്റഗൺ വരയ്ക്കുമ്പോൾ ആ പെന്റഗണിന്റെ ആംഗിളുകൾ അഥവാ കോണുകള് അരിത്മെറ്റിക് സീക്വൻസിലാണെങ്കിൽ അതിലത്തെ ഏറ്റവും ചെറിയ ആംഗിള് 36 ഡിഗ്രി ആവാൻ പാടില്ല. 36നേക്കാൾ കുറയാനും പാടില്ല. എന്തേ വരാവുള്ളൂ? 36നേക്കാൾ കൂടുതലായിട്ടേ വരുള്ളൂ. ഈ ഒരു ചോദ്യം ഇതേപോലത്തെ ഒരു ചോദ്യം ഒരു മുൻകാലങ്ങളിലെ ഒരു ചോദ്യ പേപ്പറിൽ വരുന്നുണ്ടായി. എന്താ ആ ചോദ്യം വന്നത് എന്നറിയോ? ക്ലാസ്സിലെ കണക്ക് അധ്യാപകൻ കുട്ടികളോട് ഒരു പെന്റഗൺ വരയ്ക്കാൻ പറഞ്ഞു. ആ പെന്റഗണിന്റെ ആംഗിളുകള് നിങ്ങൾ അരിത്മെറ്റിക് സീക്വൻസ് വരുന്ന തരത്തിൽ വേണം എടുക്കാൻ. അതായത് നിങ്ങൾ ആദ്യത്തെ ആംഗിൾ എടുത്താൽ അതിനോട് ഒരു നിശ്ചിത സംഖ്യ കൂട്ടിയിട്ട് അടുത്ത ആംഗിൾ എടുക്കുക. ആ ആംഗിളിനോട് നിശ്ചിത സംഖ്യ കൂട്ടിയിട്ട് തൊട്ടടുത്ത ആംഗിൾ എടുക്കുക. അങ്ങനെ നിങ്ങൾ വരയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതിലത്തെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി എണീറ്റെന്ന് പറഞ്ഞു, സാറേ, ഈ കുട്ടികള് ഏത് മെഷർമെന്റ് എടുത്താലും എല്ലാവർക്കും കിട്ടുന്ന ഒരു ആംഗിള്, അതിലത്തെ ഒരു ആംഗിൾ എല്ലാവരുടെയും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് ആംഗിൾ ആയിരിക്കുമെന്ന് നിങ്ങളൊന്ന് കണ്ടെത്തുമോ? എന്നിട്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് സമ്മും ടേമും തമ്മിലുള്ള ബന്ധമാണ്. ഇതിനിടയിൽ ഞാൻ അതിലൊരു രണ്ടാമത്തെ കണക്ക് ഞാൻ അവിടെ വിട്ടിട്ടുണ്ട്. എന്താണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അറിയോ? ആ രണ്ടാമത്തെ കണക്കും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തതല്ല കേട്ടോ, മൂന്നാമത്തെ കണക്ക്. പ്രൂവ് ദാറ്റ് for any 4 consecutive terms of an arithmetic sequence, the sum of the 2 terms on the 2 ends and the sum of the 2 terms in the middle are the same. എന്നുകൂടി പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ ഇതിലാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും നോട്ടിൽ ഞാനിത് രണ്ടാമതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി എഴുതിയെടുക്കുക. അതുകൂടെ ഇതിന്റെ കൂടെ ഒന്ന് നമുക്ക്
പറഞ്ഞു പോകാം. ഓക്കെ, നമ്മളിത് പറഞ്ഞതാണ്, പക്ഷെ അത് ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 4 ടേമുകള് തുടർച്ചയായിട്ട് എടുത്താൽ ഇതിന്റെ നമുക്കറിയാം നമ്പർ ഓഫ് ടേംസ് എന്താണ്? 4 ആണ്. 4 എന്ന് പറയുന്നത് എന്ത് നമ്പറാ? ഈവൺ നമ്പറാണ്. അപ്പൊ ഇതിന് എന്തുണ്ടാവില്ല? മിഡിൽ ടേം ഉണ്ടാവില്ല, മിഡിൽ ടേംസ് ആണ് ഉണ്ടാവുക. അപ്പൊ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെയും നാലാമത്തേതിന്റെയും സമ്മും രണ്ടാമത്തേതിന്റെയും മൂന്നാമത്തേതിന്റെയും സമ്മും ഈക്വൽ ആകുമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു എക്സാമ്പിൾ എടുത്തിട്ടല്ല നമ്മൾ ചെയ്യുക, നമ്മൾ ഇതിനെ ഓൾജിബ്ര ഉപയോഗിച്ചിട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഓൾജിബ്രയിൽ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എഴുതുക? കഴിഞ്ഞ വിക്ടേഴ്സിന്റെ ക്ലാസ്സിൽ നമ്മളോട് പറഞ്ഞതാണ്. എന്നാലും നമുക്ക് ഒന്നുകൂടി ഇവിടെ നോക്കാം. ആദ്യത്തെ ടേം x1 ആണെങ്കിൽ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് x1നോട് എന്ത് കൂട്ടിയതായിരിക്കും? കോമൺ ഡിഫറൻസ് ആയ d കൂട്ടിയതായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും മൂന്നാമത്തെ ടേം? x1 എന്ന് പറയുന്നത് x1നോട് എത്ര d കൂട്ടിയതാകും? 2d അഥവാ 2 പൊതുവ്യത്യാസം കൂട്ടിയതാകും. അപ്പൊ എന്തായിരിക്കും നാലാമത്തെ ടേം? പറയൂ. x1 + 3d. ഇങ്ങനെ നമുക്ക് എഴുതാലോ അരിത്മെറ്റിക് സീക്വൻസിന്. ഇന്നലെ വിക്ടേഴ്സിൽ സാറ് എഫ് വെച്ചിട്ടാണ് എഴുതിയത് ഫസ്റ്റ് ടേം, പക്ഷെ ഞാനിവിടെ എന്തെഴുതി? x1 എന്ന് വെച്ചിട്ട് എഴുതി. നമുക്ക് ഇതൊന്ന് കൂട്ടി നോക്കാം. എന്താണ് ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും തുക? x1 + 3d. x1 ഉം x1 ഉം കൂടെ കൂട്ടിയാൽ 2x1 + 3d. ഇതാണല്ലോ ഒന്നാമത്തത് കിട്ടിയത്. ഇനി രണ്ടാമത്തത് തമ്മിൽ കൂട്ടി നോക്കൂ. തമ്മിൽ കൂട്ടി നോക്കുമ്പോ x1 + d x1 + 2d എന്ന് കിട്ടും. x1 ഉം x1 ഉം കൂടെ കൂട്ടിയാൽ 2x1, d യും 2d യും കൂടെ കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 3d. എന്താണ് 1 ഉം 2 ഉം? ഫ്രം 1 and 2 1 = 2. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഇതിൽ നിന്ന് കിട്ടുന്ന റിലേഷൻ എന്താ? x1 + x4 = x2 + x3. ഈ ബന്ധങ്ങളൊക്കെ അരിത്മെറ്റിക് സീക്വൻസിലത്തെ ഓരോ പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഓരോ ബന്ധങ്ങളും ഈ അരിത്മെറ്റിക് സീക്വൻസുമായിട്ട് പഠിക്കേണ്ട ആശയങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒന്നുകൂടി ടീച്ചർ ഉറപ്പിച്ച് പറയുന്നു, ഇതിനെ ഒരു പ്രോബ്ലം ആയിട്ടല്ല നമ്മൾ കാണേണ്ടത്. ഈ പ്രോബ്ലങ്ങളെല്ലാം പഠിക്കാനുള്ള ആശയങ്ങളായിട്ട് കണ്ടെത്തി ഓരോ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം. അപ്പൊ ഈ പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലായി, നേരത്തെ പ്രോബ്ലത്തിൽ നിന്ന് മിഡിൽ ടേമും അതിന്റെ ഇരുപുറത്തുള്ള ടേമുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ആ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇനി ഇതിന്റെ ലാസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള സം ഓഫ് n ടേംസ് എന്നതിലേക്കാണ് അടുത്ത ദിവസം നമുക്ക് കടക്കേണ്ടത്. അതിനു മുമ്പായിട്ട് ഇത്രയും ദിവസങ്ങൾ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ നന്നായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. അതേപോലെ ഈ ആശയവുമായി ബന്ധപ്പെട്ട പഴയ ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങൾ ധാരാളം ഉണ്ട്, അതെടുത്ത് കണ്ടെത്തി നിങ്ങളൊരു മറ്റൊരു ബുക്കിൽ ചെയ്ത് പഠിച്ച് ഒരു വർക്ക് ബുക്ക് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എല്ലാവരും സൂക്ഷിക്കുക. ഓക്കെ, ബൈ.